ഏകാന്തത ഒരു വികാരമല്ല, നിങ്ങളുടെ മസ്തിഷ്കം അതിനെ ഒരു മുറിവായി കാണുന്നു. നിങ്ങൾ സ്നേഹിച്ച ഒരാൾ നിങ്ങളെ നിരസിച്ചാൽ എത്ര വേദനയുണ്ടാകും? ശാസ്ത്രജ്ഞർ ഒരിക്കൽ അത്തരമൊരു വ്യക്തിയുടെ മസ്തിഷ്ക സ്കാൻ നടത്തി. പിന്നീട് കൈയൊടിഞ്ഞ മറ്റൊരാളുടെ മസ്തിഷ്കവും സ്കാൻ ചെയ്തു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് സ്കാനുകളും ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. കാരണം സാമൂഹിക വേദന അനുഭവിക്കാൻ നിങ്ങളുടെ മസ്തിഷ്കത്തിന് പ്രത്യേകമായൊരു സംവിധാനമില്ല. ശാരീരിക വേദന അനുഭവിക്കാൻ ഉപയോഗിക്കുന്ന അതേ സംവിധാനമാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഏകാന്തത ഒരു വികാരം മാത്രമല്ലെന്ന് പറയുന്നത്. അത് ഒരു മുറിവാണ്. നിങ്ങളുടെ ശരീരം വർഷങ്ങളായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. നമ്മൾ പലപ്പോഴും ഏകാന്തതയെ ഒരു ചെറിയ പ്രശ്നമായി കാണുന്നു. ലജ്ജ പോലെ മറച്ചുവെക്കേണ്ട ഒരു വികാരമായി കാണുന്നു. ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന വലിയ മെഡിക്കൽ സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയുണ്ട് എന്നത് ശരീരാരോഗ്യത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന കാര്യം അത്ര ഗൗരവത്തോടെ കാണാറില്ല. പക്ഷേ ആ ധാരണ തെറ്റാണ്. അതിൻ്റെ തെളിവുകൾ വർഷങ്ങളായി ഗവേഷണങ്ങളിൽ കാണാം. ഇത് മനസ്സിലാക്കാൻ ഗവേഷണങ്ങളെക്കാൾ പിന്നിലേക്ക് പോകണം. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നാണെന്ന് മനസ്സിലാക്കണം. ഏകദേശം 3 ലക്ഷം വർഷങ്ങളായി ഒരു മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുക എന്നത് ജീവൻ അപകടത്തിലാകുക എന്നതായിരുന്നു. അതൊരു ഉപമയല്ല, യാഥാർത്ഥ്യമാണ്. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകളിൽ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട ഒരാൾക്ക് വലിയ മൃഗങ്ങളെ വേട്ടയാടാനോ രാത്രിയിൽ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനോ രോഗത്തെയോ പരിക്കിനെയോ അതിജീവിക്കാനോ വളരെ പ്രയാസമായിരുന്നു. അന്ന് ഒരു കൂട്ടമെന്നത് ഒരു സൗകര്യമല്ലായിരുന്നു, ജീവൻ നിലനിർത്താനുള്ള ഏക മാർഗമായിരുന്നു. ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥ പഠിച്ചു. ആയിരക്കണക്കിന് തലമുറകളിലൂടെ അത് ആ അറിവ് സ്വന്തമാക്കി. നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രത്യേക അലാറം അത് സൃഷ്ടിച്ചു. ആ അലാറത്തിന്റെ പേരാണ് ഏകാന്തത. അതൊരു മൂടല്ല, അതൊരു വേദനയാണ്. ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോഴും കാലൊടിയുമ്പോഴും ദാഹിക്കുമ്പോഴും ശരീരം നൽകുന്ന അതേ തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ്. ഈ അവസ്ഥ അപകടകരമാണ്, ഉടൻ ശ്രദ്ധിക്കണം. നമ്മൾ അതൊരു വികാരമായി അനുഭവിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. കാരണം നമ്മുടെ മസ്തിഷ്കം സാമൂഹിക ഭീഷണികളെയും ശാരീരിക ഭീഷണികളെയും ഒരേ തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യചരിത്രത്തിന്റെ ഭൂരിഭാഗത്തും ഇവ രണ്ടും ഒരേ കാര്യമായിരുന്നു. 2003 UCLAയിലെ മനഃശാസ്ത്രജ്ഞയായ നോമി ഐസൻബർഗ് ഇത് പരിശോധിക്കാൻ ഒരു പരീക്ഷണം നടത്തി. അവർ ചില ആളുകളെ ബ്രെയിൻ സ്കാനറിനുള്ളിലിരുത്തി ഒരു വെർച്വൽ ബോൾ ടോസ് ഗെയിം കളിപ്പിച്ചു. കളിയുടെ പകുതിയാകുമ്പോൾ മറ്റുള്ള 2 കളിക്കാർ ഒരാൾക്ക് മാത്രം പന്ത് എറിയുന്നത് നിർത്തി. അവർ തമ്മിൽ മാത്രം പന്ത് കൈമാറാൻ തുടങ്ങി. ആ വ്യക്തിയെ കളിയിൽ നിന്ന് ഒഴിവാക്കി. വെറും 3 മിനിറ്റ് മാത്രം. കളിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. കളിച്ചവരെ അവർ മുമ്പ് കണ്ടിട്ടുപോലുമില്ല. എന്നിട്ടും ബ്രെയിൻ സ്കാനിൽ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. ശാരീരിക വേദന അനുഭവിക്കുമ്പോൾ സജീവമാകുന്ന മസ്തിഷ്ക ഭാഗം തന്നെ സജീവമായി. അതായത് അർത്ഥമില്ലാത്ത ഒരു കളിയിൽ നിന്ന് 3 മിനിറ്റ് ഒഴിവാക്കപ്പെട്ടതുപോലും ശരീരവേദന പോലെയുള്ള പ്രതികരണം സൃഷ്ടിച്ചു. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറെയാണ്. പങ്കെടുത്തവർക്ക് ആ കളി അത്ര പ്രധാനമല്ലെന്ന് അറിയാമായിരുന്നു. അതൊരു പരീക്ഷണമാണെന്നും അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അവരുടെ മസ്തിഷ്കം അത് പരിഗണിച്ചില്ല. കാരണം സാമൂഹിക ബന്ധങ്ങളെ നിരീക്ഷിക്കുന്ന സംവിധാനം യുക്തിപരമല്ല. അത് വളരെ പഴക്കമുള്ളതാണ്. അത് സാഹചര്യം വിലയിരുത്തുന്നില്ല. അത് വേർപിരിയൽ മാത്രം തിരിച്ചറിയുന്നു. പിന്നെ വേദനയുടെ അലാറം പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഏകാന്തതയെ ചിന്തിച്ചുകൊണ്ട് മാത്രം മാറ്റാൻ കഴിയാത്തത്. ഒരു തീപിടുത്ത അലാറവുമായി തർക്കിക്കാൻ കഴിയില്ല. കെട്ടിടം കത്തുമ്പോൾ ഇതത്ര വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞാലും അലാറം നിർത്തില്ല. ഏകാന്തതയും അതുപോലെയാണ്. അതിന്റെ കാരണം മനസ്സിലാക്കിയാലും വേദന ഉടൻ അവസാനിക്കില്ല. 2015 ഗവേഷകരായ ജൂലിയാൻ ഹോൾട്ട് ലൺസ്റ്റാഡും ടിമോത്തി സ്മിത്തും 148 പഠനങ്ങൾ വിശകലനം ചെയ്തു. 3 ലക്ഷത്തിലധികം ആളുകളുടെ വിവരങ്ങൾ അവർ പരിശോധിച്ചു. ഫലങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. സാമൂഹിക ഒറ്റപ്പെടൽ നേരത്തെയുള്ള മരണസാധ്യത 26% വർദ്ധിപ്പിക്കുന്നു. ഏകാന്തത 29% വർദ്ധിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നത് 32% വർദ്ധിപ്പിക്കുന്നു. ഈ സംഖ്യകൾ പുകവലി, അമിതവണ്ണം, ശാരീരിക നിഷ്ക്രിയത എന്നിവയ്ക്ക് സമാനമാണ്. കാരണം ശരീരമെല്ലാം ഓർക്കുന്നു. ദീർഘകാല ഏകാന്തത ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നു. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉയരുന്നു.
പ്രതിരോധശേഷി കുറയുന്നു, ഉറക്കം മോശമാകുന്നു, ഹൃദയത്തിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു, കോശങ്ങൾ വേഗത്തിൽ പ്രായമാകുന്നു, ഓർമ്മശക്തിയും ചിന്താശേഷിയും ബാധിക്കപ്പെടുന്നു. അതായത്, ഏകാന്തരായ ആളുകൾക്ക് വെറും മോശം തോന്നുക മാത്രമല്ല, അവരുടെ ശരീരവും യഥാർത്ഥത്തിൽ ബാധിക്കപ്പെടുന്നു. ജോൺ കാച്ചിയോപ്പോ എന്ന ന്യൂറോ സയന്റിസ്റ്റ് 30 വർഷം ഏകാന്തതയെ പഠിച്ചു. അദ്ദേഹം കണ്ടെത്തിയത് ദീർഘകാല ഏകാന്തത അനുഭവിക്കുന്നവരുടെ മസ്തിഷ്കം എല്ലായ്പ്പോഴും ജാഗ്രതാവസ്ഥയിൽ കഴിയുന്നു എന്നതാണ്. ഒരു സുഹൃത്ത് ഒരു പരിപാടി റദ്ദാക്കിയാൽ അത് നിരസിച്ചതായി തോന്നും. ഒരു ചെറിയ നിശബ്ദത പോലും വിമർശനമായി തോന്നും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു. ഏകാന്തത അനുഭവിക്കുന്ന എല്ലാവരും ഒറ്റയ്ക്കായിരുന്നില്ല. പലർക്കും സുഹൃത്തുക്കളും കുടുംബവും ഉണ്ടായിരുന്നു. പ്രശ്നം ആളുകളുടെ എണ്ണമല്ലായിരുന്നു. പ്രശ്നം ഇതായിരുന്നു: എന്നെ ആരെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? 50 ഉപരിപ്ലവ ബന്ധങ്ങളുള്ള ഒരാൾക്കും ആരുമില്ലാത്ത ഒരാൾക്കും ചിലപ്പോൾ ഒരേ തോതിൽ ഏകാന്തത അനുഭവപ്പെടാം. കാരണം നമ്മുടെ മസ്തിഷ്കം ആളുകളുടെ എണ്ണം കണക്കാക്കുന്നില്ല, അത് ബന്ധത്തിന്റെ ആഴമാണ് അളക്കുന്നത്. ഇന്ന് മനുഷ്യചരിത്രത്തിൽ എപ്പോഴും ഇല്ലാത്തത്ര ആളുകളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നു. എന്നിട്ടും ഏകാന്തത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 അമേരിക്കൻ സർജൻ ജനറൽ ഏകാന്തതയെ ഒരു പൊതുജനാരോഗ്യ മഹാമാരിയായി പ്രഖ്യാപിച്ചു. കാരണം നമ്മുടെ മസ്തിഷ്കം ഇന്നും അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്: എത്ര പേരുണ്ട് എന്നല്ല, ആരെങ്കിലും എന്നെ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോ എന്നതാണ്. അതിനാൽ ആളുകൾ നിറഞ്ഞ ഒരു മുറിയിലിരുന്നിട്ടും നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. അത് നിങ്ങളുടെ ശരീരത്തിലെ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംവിധാനത്തിന്റെ സന്ദേശമാണ്.